तभी अपनी पूरी शक्ति से विकसित हो पाएगा जब पूर्वी भारत नॉर्थ ईस्ट का तेज गति से विकास होगा। പ്രകൃതി സൗന്ദര്യത്തിനും ഭൂസമ്പത്തിനും പേരുകേട്ട വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ദശകങ്ങളായി പ്രാന്തവൽക്കരണം നേരിട്ട പ്രദേശങ്ങളായിരുന്നു. എന്നാൽ 2014 മോദി പ്രധാനമന്ത്രിയായപ്പോൾ ഇന്ത്യയുടെ ഈ സുപ്രധാന പ്രദേശത്തിന്റെ ഭാഗ്യം ഉദിക്കുകയായിരുന്നു. സേവനത്തിന്റെയും സമർപ്പണത്തിന്റെയും ദൗത്യം ഏറ്റെടുത്ത പ്രധാനമന്ത്രി മോദി വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് ആ അപൂർവ പ്രാമുഖ്യം നൽകി. അത് അവളെ അഷ്ടലക്ഷ്മിയാക്കി മാറ്റി. HIRA मैंने हीरा की वकालत की। इसका मतलब था हाईवे, रेलवे, एयरवे। HIRA വടക്ക് കിഴക്കൻ പ്രദേശങ്ങളുടെ വികസനം കൂടാതെ ഇന്ത്യയുടെ വികസനം അസാധ്യമാണ്. ഈ മാറ്റങ്ങളുടെ തിളക്കമറിയാൻ നമുക്ക് വടക്ക് കിഴക്കിന്റെ കവാടം എന്നറിയപ്പെടുന്ന അസമിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് പാലമായ ബോഗിബീലാണിത്. ബ്രഹ്മപുത്രയുടെ വെള്ളപ്പൊക്കത്തിൽ ഒരു കാലത്ത് മുങ്ങിപ്പോയിരുന്ന ഈ പ്രദേശം ഈ പാലത്തിന്റെ നിർമ്മാണത്താൽ ഇന്ന് നെൽവയലുകളുടെ വരവിന് കളമൊരുക്കുന്നു. പ്രളയജലത്തെ എംബാങ്ക്മെന്റ്സ് വഴി തടഞ്ഞ് ഇവിടെ താമസിക്കുന്ന മിഷിംഗ് ഗോത്രത്തിലെ ആളുകൾ ഇപ്പോൾ ഈ ഭൂമി കൃഷിക്ക് ഉപയോഗിക്കുന്നു. ബ്രഹ്മപുത്ര നദിയിലെ ഈ പാലത്തിന്റെ നീളം ഏകദേശം 4.94 കിലോമീറ്ററാണ്. ഈ പാലത്തിന്റെ വരവോടെ അരുണാചലിനും അസമിനും ഇടയിലുള്ള യാത്ര വളരെ എളുപ്പമായി തീർന്നു. സുരക്ഷാ തന്ത്രത്തിന്റെ വീക്ഷണകോണിൽ നിന്നും ഈ പാലം വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. बोगीबील बनने के आगे में यहाँ पे जो डाइक होता रहा 1968 में गवर्नमेंट ने बना के रखा था, वो डाइक गवर्नमेंट का नजर में नहीं था. नेशनल प्रोजेक्ट आने के बाद में गवर्नमेंट इसका नजर दिया. ये डाइक सब बना. ആസാമിലെ മിഷിംഗ് ഗോത്രത്തിന് ബോഗിബീൽ പാലം ഒരു അനുഗ്രഹമായി മാറി. ബോഗിബീൽ പാലം നിർമ്മിച്ചതിനാൽ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സുരക്ഷിതമായി ഒരു വർഷം 4 വിളകൾ കൃഷി ചെയ്യുന്നു. കൃഷിയുടെ വികസനം മൂലം അവരുടെ വരുമാനം 80% വർദ്ധിച്ചു. जो उगाने वाला किसानों के लिए जो मार्केट है वो डिब्रूगढ़, तिनसुकिया, शिवसागर, ये सारा मार्केट मुझे मिल गया. धेमाजी में 2-3 मार्केट सामने है. ही अरुणाचल में भी मेरे इधर से सामान जाते हैं. ബോഗിബീലിന്റെ പ്രയോജനം അനുഭവിക്കുന്ന യാത്രക്കാരുമായി ഇനി നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കാം. एक टाइम था जब मेडिकल के लिए जाने के लिए 3-4 दिन तक लगता था. अभी 1 घंटे में पहुंच जाता है. नाव से जाना पड़ता था और पानी भरने से कभी कभी नाव भी बंद होता था. प्रॉब्लम होता था बहुत. സേവനവും അർപ്പണബോധവും കൊണ്ട് പ്രധാനമന്ത്രി മോദി മാത്രമല്ല, അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ അംഗങ്ങളും തന്ത്രപ്രധാനമായ ഈ പ്രദേശത്തിന്റെ വികസനത്തിൽ അതീവ താൽപര്യം കാണിക്കുന്നു. അതേ വർഷം വടക്കൻ കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ നിർമ്മിച്ച 12 റോഡുകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിച്ചു. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലഡാക്കിലും ജമ്മു കശ്മീരിലും 20 കിലോമീറ്റർ നീളമുള്ള ഇരട്ടപ്പാതയായ കിമിൻ പോഡിൻ റോഡും അരുണാചൽ പ്രദേശിലെ മറ്റ് 9 റോഡുകളും പ്രതിരോധ മന്ത്രി ഈ ഉദ്ഘാടനം ചെയ്തു. BROയുടെ അരുണക്, വാർധക്, ബ്രാഹ്മണക്, ഉദയക്, ഹിമാങ്ക് സമ്പർക്ക് പദ്ധതികൾക്ക് കീഴിലാണ് ഈ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കോവിഡ് പകർച്ചവ്യാധികൾക്കിടയിൽ ഈ വെല്ലുവിളി നിറഞ്ഞ ദൗത്യം നിർവഹിച്ച നമ്മളുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷനെ നമ്മൾ അഭിനന്ദിക്കണം. അതിർത്തിയിൽ അതിവേഗം വികസിക്കുന്ന റോഡുകളുടെ ശൃംഖല ഈ മേഖലയ്ക്ക് പുതിയ സാമ്പത്തിക ശക്തി പ്രദാനം ചെയ്യും. आज इस नॉर्थ ईस्ट रीजन में बॉर्डर रोड ऑर्गेनाइजेशन के द्वारा निर्मित सड़कों का लोकार्पण करते हुए, यानी उसे राष्ट्र को समर्पित करते हुए मुझे बेहद खुशी का एहसास हो रहा है. हमारे प्रधानमंत्री श्री नरेंद्र मोदी जी के नेतृत्व में सचमुच नॉर्थ ईस्ट रीजन का जिस तरीके से विकास हुआ है उसकी जितनी भी सराहना की जाए वह कम है. और इसका एहसास हमारे नॉर्थ ईस्ट के रहने वाले सभी बहनों भाइयों को भी अच्छी तरह है. एक 5 देशों से सीधे ये जुड़ा हुआ ये हमारा नॉर्थ ईस्ट का क्षेत्र है. इसीलिए मैंने कहा कि इस नॉर्थ ईस्ट की एक यूनिक ज्योग्राफी है. आज उस नॉर्थ ईस्ट में आज 10 सड़कों का लोकार्पण हो रहा है
और जिस प्रकार की सड़कों का निर्माण, जिस प्रकार का इंफ्रास्ट्रक्चर डेवलप बॉर्डर रोड ऑर्गेनाइजेशन ने किया है, वह सचमुच बॉर्डर रोड ऑर्गेनाइजेशन की यह अद्भुत क्षमता को यह दर्शाता है। और जहां बॉर्डर रोड ऑर्गेनाइजेशन की अद्भुत क्षमता को दर्शाता है, वहीं पर भारत की आत्मनिर्भरता की क्षमता को भी यह दर्शाता है। ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയും നുമാലിഗഡ് റിഫൈനറി ലിമിറ്റഡും ഈ വർഷം ഓഗസ്റ്റിൽ വടക്ക് കിഴക്കൻ ഭാഗത്തേക്കുള്ള മറ്റൊരു കണ്ണിയായ ജലപാത വികസിപ്പിക്കുന്നതിനുള്ള കരാർ ഒപ്പിട്ടു. സേവനത്തിന്റെയും സമർപ്പണത്തിന്റെയും മറ്റൊരു ഗാഥ കൂടി ഇവിടെ പിറക്കുന്നു. NRL അസമിലെ ഗോലഘട്ട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുതിയ പദ്ധതി NRLന്റെ എണ്ണ ശുദ്ധീകരണ ശേഷിയിൽ വലിയ വികസനം നടത്തുന്നു. കരാർ അനുസരിച്ച് കൊൽക്കത്തയിൽ നിന്ന് നുമാലിഗഡിലേക്ക് ഉൾനാടൻ ജലപാതയിലൂടെ വിവിധ സാമഗ്രികളും മറ്റ് പ്രോജക്റ്റ് കാർഗോയും എത്തിക്കും. ഈ ഗതാഗതത്തിനായി ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ധൻസിരി ജലപാത ഉപയോഗിക്കും. ഇത് വടക്ക് കിഴക്കൻ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും. The purpose of this MOE is that they will develop the waterways of Brahmaputra Dhansiri, so that it becomes navigable throughout the year. That's the main purpose of this MOU. Initially, NRL for its expansion will bring large number of over-dimensional and overweight. These dimensions are such big that it cannot be brought by railways or by the roadways. So this has to come by riverways, for which we need to develop the riverways. So the first activity will be the dredging. Once the dredging is complete, Numaligarh refinery will bring a number of equipments straight from the vendors' premises to Numaligarh jetty. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് ബോഗിബീലും വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ട്രാക്കുകളുടെ ശൃംഖലയും വികസനത്തിന്റെ എഞ്ചിനിലേക്ക് കോച്ചുകളെന്ന പോലെ ആസാമിനെയും അരുണാചലിനെയും ബന്ധിപ്പിച്ചു. ഒരു വർഷത്തിനുള്ളിൽ വടക്ക് കിഴക്കൻ പ്രദേശം ഇന്ത്യയുടെ മറ്റ് പ്രധാന ഭൂപ്രദേശങ്ങളോട് കൂടുതൽ അടുക്കുന്നു. മേഘാലയയിലെയും അരുണാചലിലെയും വിവിധ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ ശൃംഖല വഴി വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ കൂടുതൽ കണക്ടിവിറ്റി സ്വന്തമാക്കുന്നു. ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ മറ്റ് നിരവധി വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചതുവഴി പുരോഗതിയുടെ എഞ്ചിൻ അതിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ മുഴുവൻ വേഗതയും കൈവരിക്കുന്നു. 2023 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ തലസ്ഥാന നഗരങ്ങളെ ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിട്ടുണ്ട്. എന്നാൽ 2015 മുതൽ തലസ്ഥാന നഗരമായ ഇറ്റാനഗർ റെയിൽ ശൃംഖല വഴി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ अरुणाचल प्रदेश ഈ കാര്യത്തിൽ നിലവിൽ തന്നെ മുന്നിലാണ്. हम लोग भारत सरकार के आभारी है, रेलवे के डिपार्टमेंट के आभारी है, क्योंकि ये नॉर्थ ईस्ट के एक बहुत ही इम्पोर्टेंट जगह है. अरुणाचल प्रदेश के ये नाहरलगुन, यहाँ से देश के बाकी हिस्सों से जुड़ा हुआ यही एक ट्रेन था जो दिल्ली तक जाती थी. तो काफ़ी समय तक बंद था बोल के हम लोगों को जाने के लिए बहुत ही तकलीफ हो रहा था. और ये ट्रेन चालू होने के बाद अभी तो हम लोगों का बाकी देश के बाकी हिस्से से जुड़ के रहना और सुविधा हो चुका है हम लोग के लिए. और मैं जीरो से अभी मैं न्यू जलपाईगुड़ी तक जाने वाला हूँ. तो मेरे लिए तो बहुत ही खुशी की खबर है और इसीलिए सरकार को बहुत ही धन्यवाद. पहले बहुत सारी परेशानी होती थी आने जाने में, लेकिन आजकल बहुत सुविधा कर दिया है गवर्नमेंट ने. सेंट्रल गवर्नमेंट की सुविधा बहुत अच्छी हो गई है, जिससे हमको कोई परेशानी नहीं हो रही है आजकल. आज अरुणाचल का यहाँ का जो नाहरलगुन का स्टेशन है, ये रेलवे स्टेशन चालू हो चुका है. मैं दिल्ली जा रही हूँ अभी. बस यहाँ से बस पकड़ना था एक्चुअली. अगर ट्रेन चालू नहीं होना था तो मैं वही सोच रही थी बहुत मुश्किल हो जाएगा. तो पता चला कि गवर्नमेंट ये डिसीजन ले लिया, तो बहुत खुशी के साथ अब हम सब यहाँ से जा रहे हैं. പ്രധാന വിമാനത്താവളങ്ങൾക്ക് പുറമെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിദൂര പ്രദേശങ്ങളും ഉഡാൻ പദ്ധതിയുടെ സഹായത്തോടെ അതിവേഗം ബന്ധിപ്പിക്കുന്നു. ഈ വർഷം ഓഗസ്റ്റിൽ അരുണാചൽ പ്രദേശിലെ ലോഹിത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തേസു വിമാനത്താവളത്തിൽ വാണിജ്യ വിമാന സർവീസുകൾ ആരംഭിച്ചു. 30 യാത്രക്കാരുമായി ഫ്ലൈബിഗ് എയർലൈനിന്റെ ATR 72 വിമാനം ആസാം തലസ്ഥാനമായ ഗുവാഹത്തിയിലേക്ക് പറന്നുയർന്നു. ഇതോടെ കിഴക്കൻ സിയാങ് ജില്ലയിലെ പാസിഘട്ടിന് ശേഷം വാണിജ്യ വിമാന സർവീസ് ആരംഭിക്കുന്ന അരുണാചൽ പ്രദേശിലെ രണ്ടാമത്തെ നൂതന ലാൻഡിംഗ് ഗ്രൗണ്ടായി തേസു മാറി. തേസു ഗുവാഹത്തി, പാസിഘട്ട് ഗുവാഹത്തി എന്നിവയ്ക്കിടയിലുള്ള വിമാന സർവീസുകൾ കിഴക്കൻ സിയാങ്, ലോഹിത്, നാംസായി,
സംസ്ഥാനത്തിന്റെ കിഴക്കൻ ഭാഗത്തെ മറ്റ് നിരവധി ജില്ലകൾ എന്നിവിടങ്ങളിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നവർക്ക് പ്രയോജനകരമാണ്. ഈ ഫ്ലൈറ്റ് സേവനങ്ങൾ അരുണാചൽ പ്രദേശിൽ നിയമിതരായ പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും അനുഗ്രഹമാണ്. It's really very pleasant and exciting trip. Okay. And I hope this connectivity will having very far-reaching implication in terms of tourism development. अभी एयरपोर्ट बन गया तो बहुत अच्छा हुआ, क्योंकि हम लोग पहले जब गुवाहाटी जाता था या एग्ज़ाम के लिए या उसके लिए तो बहुत तकलीफ़ होता था. हम लोग को यहाँ से नाइट सुपर में जाना पड़ता था, पूरा बीमार वो होता था, वीकनेस होता था. अभी जब एयरपोर्ट बन गया तो बहुत अच्छा हुआ, तो अभी हम लोग अच्छे से जा पाते हैं. വികസനത്തിനൊപ്പം വടക്കു കിഴക്കൻ മേഖലയിലെ സമാധാന അന്തരീക്ഷവും ടൂറിസത്തിന് പുതിയ ഉത്തേജനം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മടി കൂടാതെ, ഭയം കൂടാതെ സഞ്ചാരികൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നു. सबसे बेस्ट इज़ द एनवायरनमेंट. यहाँ का वातावरण, माहौल, यहाँ का सीनरीज, यहाँ की हरियाली जो आज के दिन में यहाँ नज़र आ रही है, इसका कोई जवाब नहीं है. ये फुल पैसा वसूल. बहुत अच्छे से एंजॉय किया, यहाँ का डिशेस भी खाए हैं एंड इट्स वर्थ विजिटिंग. मेघालय जैसे वर्ड में ही है मेघालय, इट इज़ द बोर्ड ऑफ क्लाउड्स. तो यहाँ पे इतनी खूबसूरती है. यहाँ पे सबसे अच्छी चीज़ है कि लोग अच्छे हैं, और अगर आप यहाँ पे आएंगे आपको मन की शांति मिलती है. आपको ये नहीं कि कोई टाउन, कोई बड़ा बिजी एरिया, ऐसा नहीं है. हाँ, कुछ हमारे शिलोंग सिटी बिजी रहता है, लेकिन बहुत सारे जैसे ये जगह है, आपको आते ही आप अपने सब परेशानी भूल जाएंगे. तो मेरे ख्याल से जब कोई टूरिस्ट बाहर जाता है तो वही ढूंढता है कि भाई मुझे शांति कैसे मिलेगी, और मेरे बच्चे लोग कैसे, और मेरे दोस्त के साथ मैं कैसे एंजॉय कर सकता हूँ. तो मेरे ख्याल से यहाँ पे एक परफेक्ट इन्वायरमेंट है, एक सेफ़ इन्वायरमेंट है. यहाँ पे अच्छे लोग हैं जो चाहते कि टूरिस्ट आए. तो मैं आपके थ्रू मैं हमारे सब दर्शकों को बोलना चाहता हूँ, और मेघालय के पब्लिक की तरफ से भी सबको मैं वेलकम करना चाहता हूँ कि आप मेघालय आइए, मेघालय में आप समय दीजिए. ടൂറിസം രംഗത്ത് എത്തിച്ചേരാൻ ദുർഘടമായ സുന്ദരമായ സ്ഥലങ്ങൾ ഇപ്പോൾ ഹെലികോപ്റ്ററുകളിലൂടെ സഞ്ചാരികളെ ആകർഷിക്കുന്നു. Most of the part of the northeast is Taran, full of talent. तो मणिपुर भी काफ़ी रेनी सीजन में तो लैंडस्लाइड होता है, ये तो रास्ता ब्लॉक हो जाता है, कोई अर्जेंसी आने से नहीं जा सकता. तो हेलीकॉप्टर सर्विस आने में क्या है कि इट इज़ हेल्पिंग लोड्स. यहाँ से आने जाने का और कंफर्टेबल हो गया. पहला तो रास्ता से जा रहा था, अभी तो बहुत एक्सपीरियंस हो गया. बहुत ही अच्छा एक्सपीरियंस है, सीनिक एकदम व्यू है. पीपल हु टेक a ride in the helicopter will enjoy it. नॉर्थ ईस्ट स्टूडेंट्स को देश भर में लोगों को यूनिवर्सिटीज़ में टूरिस्ट डेस्टिनेशन पे ले जाने के लिए भी प्रोग्राम चला रहे. हर मंथ हर स्टेट को एक कैबिनेट मिनिस्टर, एक MOS 2 दिन का टूर करना चाहिए. हर स्टेट में मिनिस्टर्स टूर करेंगे. एक लोगों में कॉन्फिडेंस लाने के लिए भारत सरकार आपके साथ है, नरेंद्र मोदी आपके साथ है. രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുത്ത ശേഷം ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി മോദി സ്വച്ഛ് ഭാരത് അഭിയാൻ ആരംഭിച്ചു. 2019ഓടെ ഇന്ത്യയെ വൃത്തിയുള്ളതും മാലിന്യരഹിതവുമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. मैंने गरीबी देखी, और गरीब को इज्जत मिले, इसकी शुरुआत यहीं से होती है. हिंदुस्तान की सभी स्कूलों में टॉयलेट हो, बच्चियों के लिए अलग टॉयलेट हो, तभी तो हमारी बच्चियां स्कूल छोड़ करके भागेगी नहीं. मैं न गंदगी करूंगा, न किसी और को करने दूंगा. सबसे पहले मैं स्वयं से, मेरे परिवार से, मेरे मोहल्ले से, मेरे गांव से एवं मेरे कार्यस्थल से शुरुआत करूंगा. മോദിയുടെ ഈ സജീവ സംരംഭത്തിന്റെ ജീവനുള്ള ഉദാഹരണമാണ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്ന വിശേഷണമുള്ള മേഘാലയയിലെ മൗലിംഗ്നോങ് ഗ്രാമം. ഏതെങ്കിലും പ്രദേശത്തിന്റെ ചിത്രം വെറുതെ അങ്ങ് മാറുകയില്ല.
cleanliness in Molinong is like habit, so that everyone in the village, every resident, every household, they take part and all they cooperate, because in our village, in Khasi traditional, we have a dorbar, and in that dorbar we plan everything, how to make our village clean, how to maintain this everything, and we try to continue this process. ശക്തമായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ട് മോദി അത് നടപ്പാക്കുക മാത്രമല്ല, വസ്തുനിഷ്ഠമായി നിരീക്ഷിക്കുകയും ചെയ്തു. വികസന ചട്ടക്കൂട് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനായി വടക്ക് കിഴക്കൻ പ്രദേശത്തിനായുള്ള മന്ത്രാലയവും NECയും ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളും ജാഗരൂകരായി പ്രവർത്തിച്ചു. വിനോദസഞ്ചാരത്തോടൊപ്പം കൈത്തറി, കരകൗശല, തോട്ടവിള എന്നീ മേഖലകളും കരകൗശല വസ്തുക്കളും ഹോർട്ടിക്കൾച്ചറും പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. इधर में काम करने का बहुत अच्छा लगता है, खुशी भी होता है, फूल का जगह में काम किया है, हम लोग सैलरी भी अच्छा में मिलता है. 2023-24 ആകുമ്പോഴേക്കും വടക്ക് കിഴക്കൻ മേഖലയിലെ 1/2 കുടുംബങ്ങളും ഉൾക്കൊള്ളുന്ന വിധമുള്ള പ്രത്യേക ഫണ്ട് ദേശീയ ഗ്രാമീണ ഉപജീവന പദ്ധതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഈ പ്രദേശത്ത് പുതിയ വളർച്ച പ്രകടമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കൈത്തറി വ്യവസായത്തിന്റെ വളർച്ച ഇതിന് വ്യക്തമായ ഉദാഹരണമാണ്. We are feeling really proud because most of the outsiders who come here, they came to visit the cottage industry of Tensol, which is weaving. ഇന്ത്യൻ വനനിയമത്തിൽ വരുത്തിയ ഭേദഗതിയോടെ വനേതര മേഖലകളിൽ വളരുന്ന മുളകൃഷിയുടെ മേൽ നിലനിന്നിരുന്ന സർക്കാർ നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞു. 90 വർഷങ്ങളായി വനനിയമങ്ങളുടെ പേരിൽ കഷ്ടപ്പെട്ടിരുന്ന ആദിവാസി സമൂഹത്തിനും പ്രത്യേകിച്ച് വടക്ക് കിഴക്ക് പ്രദേശങ്ങളിലെ കർഷകർക്ക് വലിയ ആശ്വാസമായിരുന്നു ഈ നിയമ ഭേദഗതി. രണ്ടായിരം മുതൽ ആരംഭിച്ചതാണ് എൻ്റെ മുളകൃഷി. വനവകുപ്പിൽ നിന്ന് ഏതാണ്ട് 50 നടീൽ വസ്തുക്കൾ കൊണ്ട് തുടങ്ങിയതാണ് കൃഷി. ഈ കൃഷി മികച്ച വരുമാനം ഉറപ്പുവരുത്തുന്നു. കാരണം ഒരു മുളനാമ്പിൽ നിന്നും 50 മുതൽ 70 മുളകൾ വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഉത്പാദനത്തിന്റെ തോത് നോക്കിയാൽ വർഷം ഏതാണ്ട് 4 മുതൽ 5 ലക്ഷം രൂപ വരെ വരുമാനം കിട്ടുന്നുണ്ട്. വോക്കൽ ഫോർ ലോക്കലിന്റെ ഉപജ്ഞാതാവും വക്താവുമാണ് മോദി. അതിനാലാണ് അദ്ദേഹം എപ്പോഴും ജൈവകൃഷിക്കായി വാദിച്ചത്. സിക്കിമിന്റെ ജൈവകൃഷി ദേശീയ തലത്തിൽ തന്നെ നിലവിൽ മുന്നിലാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നൽകിയ പ്രചോദന ഫലമായി മറ്റ് സംസ്ഥാനങ്ങളും ജൈവകൃഷിയിലേക്ക് തിരിച്ചു വരുന്നു. ഒരു VIP-യെ പോലെയോ മന്ത്രിയോ പോലെയല്ല മോദി ജനങ്ങളുടെ ഇടയിൽ അവരിൽ ഒരാളായി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വലിയ ആവേശത്തോടെ പ്രദേശവാസികൾ സ്വാഗതം ചെയ്തത്. വടക്ക് കിഴക്കൻ സന്ദർശന വേളയിൽ മോദി പ്രാദേശിക ഭാഷകളിൽ അവരോട് സംവദിച്ചു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അവ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിയുടെ പ്രതിച്ഛായ ജനങ്ങളുടെ മനസ്സിൽ ഉറച്ചു. അവർക്കൊപ്പം ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. एक ऐसा प्रधानमंत्री जो क्षेत्र की जरूरतों को समझने और जरूरी बदलाव लाने में सक्षम है. नागा used to say, "Tei sovive." 2018 സെപ്റ്റംബറിൽ സിക്കിമിന്റെ ആദ്യ ഗ്രീൻഫീൽഡ് എയർപോർട്ട് പാക്യോങ്ങിൽ ഉദ്ഘാടനം ചെയ്ത വേളയിൽ മോദി സിക്കിമീസിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തു. ശ്രോതാക്കൾ വ്യാമുഗ്ധരായി അദ്ദേഹത്തെ കരഘോഷത്തോടെ സ്വാഗതം ചെയ്തു. आमा बाबू, दाजू भाई, अनि दीदी बहिनी,
വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലെ യുവജനങ്ങളുടെ അഭിവൃദ്ധിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്ന പ്രധാനമന്ത്രി അവരുടെ സ്പോർട്സിലുള്ള താൽപ്പര്യത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു. ബോക്സിംഗ് ആകട്ടെ അല്ലെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആകട്ടെ, വടക്കു കിഴക്കിലെ സ്ത്രീകൾ കായിക രംഗത്ത് ഇന്ത്യയുടെ അഭിമാനം എന്നും വർദ്ധിപ്പിക്കുന്നു. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മികച്ച വിജയത്തിന് വടക്കു കിഴക്കൻ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. वो जब तुमने अपने ड्राइवरों को बुला करके उनका सम्मान किया, ये मैं सच बताता हूँ, मेडल से गर्व होना और ये नम्रता और उनको याद करना, ये तो कोई बड़े संस्कारों के कारण संभव होता है और ये तुमने करके दिखाया. मैं समझता हूँ कि देश के सब लोगों को ये प्रेरणा मिलेगी. സേവന മനോഭാവത്തോടും അർപ്പണബോധത്തോടും കൂടി വടക്കു കിഴക്കൻ മേഖലയുടെ ഉന്നമനത്തിനു വേണ്ടി മോദിയുടെ അശ്രാമ പരിശ്രമത്തിന്റെ ഫലമായി ഇന്ന് നമ്മുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങൾ വികസന ട്രാക്കിൽ മുന്നോട്ട് കുതിക്കുകയാണ്.